മൻമോഹൻ സിംഗിൻ്റെ, അതായത് അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള മൂന്നാമത്തെ പാർട്ടാണിത്. കാരണം എനിക്കിത് ഒത്തിരി പറയാനുണ്ട്. കാരണം എൻ്റെ ജേർണലിസത്തിൻ്റെ പീക്ക് സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ ഡൽഹിയിൽ നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2-3 പ്രാവശ്യം ടി കെ നായർ, അത് നിങ്ങൾക്കറിയാം, തങ്കപ്പൻ അയ്യപ്പൻകുട്ടി നായർ, ടി കെ നായർ, അദ്ദേഹമായിട്ട് എനിക്കൊരു ജേർണലിസ്റ്റൊന്നും അല്ലാത്തൊരു ബന്ധമുണ്ട്. മനസ്സിലാക്കുക, മലയാളിയായ പത്തനംതിട്ട എലന്തൂർ സ്വദേശിയായ ടി കെ നായർ ചിലപ്പോൾ ഇന്ത്യയിലെ ഒരു IAS ഓഫീസർക്ക് കിട്ടാത്ത ഭാഗ്യമുള്ള ഒരാളാണ്. അദ്ദേഹം പഞ്ചാബ് കേഡറായിരുന്നു. ഇന്ത്യയിലെ 5 പ്രധാനമന്ത്രിമാരുടെ കീ പോസ്റ്റുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു മലയാളിയാണ്. കാരണം എനിക്കൊന്ന് PC അലക്സാണ്ടറിനേക്കാളും പ്രാധാന്യമുള്ള, കാരണം ഇന്ത്യൻ ഭരണകൂടവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ ടി കെ നായർ സാർ. അദ്ദേഹം ഇപ്പം തിരുവനന്തപുരത്ത് റിട്ടയർമെൻറ്റ് ലൈഫാണ്. അപ്പം UPA 1ലും 2ലും പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടാണ് നായർ സാർ ജോലി ചെയ്തത്. അവസാന സമയത്ത്, അതായത് 2ാം സമയത്ത് അദ്ദേഹത്തിന് മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റിൻ്റെ റാങ്ക് കൊടുത്ത്, അതായത് OSD എന്നുള്ള രീതിയിലോട്ടാണ് അയാളെ മാറ്റി. കാരണം പ്രൊമോഷൻ കൊടുക്കും, ഇത്രയും വർഷം ഇരിക്കുകയല്ലേ. ഉറപ്പായിട്ടും ഡൽഹിയുടെ ഭരണകൂടവുമായിട്ടും ഇതെങ്ങനെയാണ് ചലിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ഉള്ള സംഭവം എനിക്ക് തോന്നുന്നില്ല ഈ നായർ സാറിൻ്റെ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഇന്ത്യയുടെ സിവിൽ സർവീസിലുണ്ടോ എന്നുള്ള സംശയമാണ്, എൻ്റെ സംശയമാണിത്. കാരണം അത്ര വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. ഇപ്പം ഞാൻ ഈ നായർ സാറിനോട് 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, സാർ എന്തുകൊണ്ട് സാറിൻ്റെ ഒരു ബയോഗ്രഫി എഴുതുന്നില്ല? കാരണം ഇന്ത്യയുടെ ഭരണചക്രം തിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു ഈ പറയുന്ന ടി കെ നായർ. ഇപ്പം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് പല ആവർത്തി, മൻമോഹൻ സിംഗ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് പുസ്തകം എഴുതാൻ പറ്റില്ല. അദ്ദേഹത്തിന് മരിച്ച ശേഷം മാത്രമേ എനിക്കത് ആലോചിക്കാൻ കഴിയുകയുള്ളൂ. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓഫ് ദ റെക്കോർഡ് പല ടോക്സ് ഞാൻ ഒന്നും ഇദ്ദേഹമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കും. കാരണം പുള്ളിക്ക് അത് പറയാൻ താല്പര്യമില്ല. കാരണം പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, ഈ PMOയിലും പ്രധാനമന്ത്രി കാണുന്ന ആദ്യത്തെ മുഖം പുള്ളിയുടെയാണ്. അതായത് നിയന്ത്രിക്കുന്നതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ഈ പറഞ്ഞ ടി കെ നായർക്ക്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നായർ സാറ് പറഞ്ഞു ഒന്നുമല്ല, ഞാൻ പല ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും ബ്യൂറോക്രാറ്റ്സിനെയും മറ്റുള്ളവരെയൊക്കെ അവരിൽ നിന്നും അറിഞ്ഞ പല സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം, 2004 ഇലക്ഷനിലാണ് ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്ററായിട്ട് മൻമോഹൻ സിംഗ് വരുന്നത്. അപ്പം ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട പാർട്ടുണ്ട്. ഈ 2004 പാർലമെൻറ്റ് ഇലക്ഷനിൽ മൻമോഹൻ സിംഗ് ഡൽഹി സൗത്ത് കോൺസ്റ്റിറ്റ്യുവൻസി മത്സരിച്ചു. അദ്ദേഹം അവിടെ വലിയ ഭൂരിപക്ഷത്തിനാണ് BJPയുടെ VK മൽഹോത്ര അദ്ദേഹം ഇയാളെ തോൽപ്പിക്കുക. അതായത് പഴയ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി, ഇന്ത്യയുടെ റിഫോംസ് കൊണ്ടുവന്ന എക്കണോമിസ്റ്റായ ധനകാര്യമന്ത്രി, അദ്ദേഹം ഒരു ഇലക്ഷനിൽ പരാജയപ്പെടുന്നു. ആ മൻമോഹൻ സിംഗിനെയാണ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ റെക്കമെൻഡ് ചെയ്ത്, അതായത് അന്നത്തെ സോണിയാഗാന്ധിക്ക് ആകാൻ പറ്റത്തില്ല, അതിൻ്റെ സാഹചര്യം കണക്കിലെടുത്ത് മൻമോഹൻ സിംഗിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കി കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി തീരുമാനിക്കുന്നത്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് സോണിയാഗാന്ധി 5 വർഷവും രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു പൂർണ്ണമായിട്ടും. കാരണം ഈ സമയത്ത് സോണിയാഗാന്ധിയുടെ ഓഫീസിൽ വിൻസെൻ്റ് ജോർജിനെ കാണാൻ ഞാൻ പോയിട്ടുണ്ട്. കാരണം ആ സമയത്തും പറഞ്ഞ് സോണിയാഗാന്ധിക്ക് വലിയ താല്പര്യം. ഇപ്പോൾ ഇവരെല്ലാം കൂടെ ഇനിഷ്യേറ്റ് ചെയ്തിട്ടാണ് പിന്നീട് ഈ കോൺഗ്രസിനകത്തൊരു കോക്കസ് ഉണ്ടല്ലോ എല്ലായ്പ്പോഴും. അപ്പോൾ അവരെല്ലാം കൂടെ താല്പര്യമെടുത്തിട്ടാണ് സോണിയാഗാന്ധിയെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നതും പിന്നീട് സോണിയാഗാന്ധിയെ കോൺഗ്രസിൻ്റെ ഐക്കോണിക് ഫിഗറായിട്ട് മാറ്റുകയും പിന്നീട് അതിനെ തുടർന്ന് സോണിയാഗാന്ധിയെ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് കോൺഗ്രസ് പാർട്ടി 2004 അധികാരത്തിൽ വരും. ഉറപ്പായിട്ടും അതിനകത്ത് എൻ്റെ ഒരു സംഭാവനയുണ്ട്, തെഹൽക്ക. അത് 2001 നടന്ന തെഹൽക്ക ഓപ്പറേഷനിൽ വാജ്പേയി മന്ത്രിസഭയ്ക്ക് കിട്ടിയ അടിയുണ്ട്, വല്ലാത്തൊരടി.
അല്ലായിരുന്നെങ്കിൽ വാജ്പേയി മന്ത്രിസഭ രണ്ടാമതും അവിടെ അധികാരത്തിൽ വന്നേനെ. അപ്പം ചില കാര്യങ്ങളിലൊക്കെ അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന അഴിമതിയാണ് അത് പുറത്തു കൊണ്ടുവന്നത്. അത് ഇന്ത്യയിലെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തു, ഇത് അഴിമതിയാണ് നടത്തിയത്. ഇതൊക്കെ മറ്റു പലരുടെയും പുസ്തകങ്ങളിലും സർവേയിലൊക്കെ പറയുന്നുണ്ട്. എത്രമാത്രമാണ് വാജ്പേയി മന്ത്രിസഭയെ തെഹൽക്ക അഫക്റ്റ് ചെയ്തത്. കാരണം അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഘടകകക്ഷികളായ TMC മാറിപ്പോയി, മറ്റു പലരും മാറിപ്പോയി. അവസാനം അങ്ങനെയാണ് പല പ്രഡിക്ഷനും ഉണ്ടായിരുന്നത് വാജ്പേയി രണ്ടാമതും അധികാരത്തിൽ വരും. അപ്പോൾ അതിനെയെല്ലാം മാറ്റി നിർത്തിയാണ് കോൺഗ്രസ് അൺഎക്സ്പെക്റ്റഡായിട്ട് 2004 അധികാരത്തിൽ വരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ബ്രീഫ്. അപ്പോൾ അതായത് ഇലക്ഷൻ തോറ്റ മൻമോഹൻ സിംഗ് ഒരു ഭാഗത്ത്, അപ്പോൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് കടിഞ്ഞാൺ, അതായത് കുതിരയുടെ കംപ്ലീറ്റ് കടിഞ്ഞാൺ കയ്യിലെടുത്തിരിക്കുന്ന സോണിയാഗാന്ധി മറുഭാഗത്ത് 10 ജനപഥത്തിലിരുന്ന് ഇതിനെ ഭരിക്കുന്നു. അതായത് പൂർണ്ണമായിട്ട് എനിക്കറിയാവുന്ന വസ്തുതയാണ്, അവിടെ പൂർണ്ണമായിട്ടും മന്ത്രിമാരെ ഉൾപ്പെടെ ആരൊക്കെയാണ് മന്ത്രിമാരുടെ സ്റ്റാഫുകളായിട്ട് വരേണ്ട IAS ഓഫീഷ്യൽസ്, ഏതൊക്കെ കീ പോസ്റ്റുകളിൽ മന്ത്രിമാർ വരണം, അവരെ ആര് തീരുമാനിക്കും, ഇതിലൊന്നും പാവം പിടിച്ച സർദാർജിക്ക് യാതൊരു റോളും ഉണ്ടായിരുന്നു. കാരണം അയാൾ തോറ്റ MP ആണ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും മോശമായ ഒരു ടീമിനെ, അതായത് ഒരു ക്യാബിനറ്റിനെ, സോണിയാഗാന്ധി എന്ന് പറഞ്ഞ ഇറ്റാലിയൻ ഒറിജിൻ, അതായത് നെഹ്റു കുടുംബത്തിൻ്റെ മരുമകൾ, ഈ സംഭവത്തെ ഉണ്ടാക്കി പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ കയ്യിലേൽപ്പിക്കുന്നത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് പോയിന്റ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചില ക്രൂഷ്യലായിട്ടുള്ള പോയിന്റ് നോക്കാം. ഇന്ന് ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എന്ന് പറയുന്നത് ഡോവലാണ്, അജിത് ഡോവൽ. അത് പ്രഗത്ഭനാണ്, അദ്ദേഹത്തിന് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. അന്ന് ആ സമയത്ത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിട്ടിരുന്ന സമയത്ത് മലയാളിയായ MK നാരായണനായിരുന്നു നേരത്തെ ഇൻ്റലിജൻസിൻ്റെ ചീഫായിരുന്നു. അയാളെയാണ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആക്കിയിരുന്നത്. ഇനിയും അയാളെപ്പറ്റി പ്രധാനമായിട്ടൊരു കാര്യം പറയാം. ആരായിരുന്നു ഇയാൾ? അതായത് 10 ജനപഥത്തിലെ വീട്ടിലെ ജോലിക്കാരൻ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, അവിടുത്തെ അടുക്കള പണിക്കാരനെ പോലെ പെരുമാറിയ ആളാണ് MK നാരായണൻ. നിങ്ങൾ അറിയാവുന്ന എത്ര പേരോട് ചോദിച്ചു നമുക്ക് മനസ്സിലാകും. അതായത് ആ കുടുംബവുമായിട്ട് മാത്രമേ ഉള്ളൂ അയാൾക്ക് പ്രതിബദ്ധത, വേറൊന്നുമില്ല. അയാൾ പിന്നീട് ഈ നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നാഷണലിലെ പല പാരാമിലിറ്ററി ഫോഴ്സുണ്ട്, പല ഫോഴ്സിൻ്റെയും പല IPS ഉദ്യോഗസ്ഥന്മാരുടെയും ഭാവി, അതായത് ഏറ്റവും മിടുക്കന്മാരായ IPS ഓഫീസേഴ്സിനെ മുഴുവനും തഴഞ്ഞ് സോണിയാഗാന്ധിക്ക് വേണ്ടി കുറച്ച് കിഴങ്ങന്മാരായ IPS ഓഫീസേഴ്സിനെ കൊണ്ടുവന്നു. ഇത് ഞാൻ പറയുന്നത് 100% പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻസും എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. പക്ഷേ നായർ സാർ അതിൻ്റെ അകത്ത് ഭാഗികമായിട്ട് വിജയിക്കുകയും ചെയ്തു. കാരണം ഈ നായർ സാറിന് ഈ പറയുന്ന പ്രധാനമന്ത്രി ചില കാര്യങ്ങളിലൊക്കെ ഒരു ഇളവ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു നല്ല ഓഫീസേഴ്സിനെ കൊണ്ടുവരണം, IASകാരെ. അതുകൊണ്ട് ഈ TK നായർ ചെയ്ത പരിപാടി എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രഗത്ഭരായ IAS ഓഫീഷ്യൽസ് അവരെ ഡെപ്യൂട്ടേഷനിൽ കേന്ദ്ര സർവീസിൽ കൊണ്ടുപോകും. അതിൽ ഏറ്റവും കൂടുതൽ മലയാളികളുമായിരുന്നു. അതാണ് ഈ UPA 1ലും 2വിലും ഏറ്റവും കൂടുതൽ മലയാളി ഓഫീഷ്യൽസാണ്, IASകാരാണ് അത് ഡോമിനേറ്റ് ചെയ്തിരുന്നത്. എൻ്റെ കാര്യം നായർ സാറാണ് ഇവരെല്ലാം പിക്ക് ചെയ്തത്. മിനിസ്ട്രി ഓഫ് പേഴ്സണലുമായിട്ട് ബന്ധപ്പെട്ട് മിടുക്കന്മാരായ ഓഫീഷ്യൽസിനെ ഡൽഹിയിലോട്ട് കൊണ്ടുവന്ന് ഡെപ്യൂട്ടേഷൻ സർവീസിലാക്കി. ഇനി അടുത്ത സംഭവം നാഷണൽ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട്, അതായത് നിങ്ങൾ ആലോചിക്കണേ UPA 1 UPA 2, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പൂർണ്ണമായിട്ടങ്ങ് വരിഞ്ഞു കെട്ടി. അതിനുവേണ്ടി PMOയിൽ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ പറയുന്ന UPA ചെയർപേഴ്സൻ്റെ OSD ആയിട്ട്, അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നായർ സാറിനേക്കാളും മുകളിലായിട്ട് പുലോക് ചാറ്റർജി എന്ന് പറഞ്ഞ ഒരു ബംഗാളിയെ അവിടെ കൊണ്ടിരുത്തി. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഞാൻ ഈ പറയുന്ന ഓരോ പേരുകളും. പുലോക് ചാറ്റർജിയാണ് പിന്നീട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഓരോ ദിവസവും ഫയലുകളുമായിട്ട് 10 ജനപഥി വരുന്നു. മാഡം സോണിയാഗാന്ധിയുടെ അപ്രൂവൽ എടുക്കുന്നു.
അതിനുശേഷമേ ഈ ഫയലുകൾ പാസ്സാവുകയുള്ളൂ. ഇനി എന്തൊക്കെയാണ് ബിൽസ് കൊണ്ടുവരേണ്ടത്, എന്തൊക്കെയാണ് പാർലമെൻറ്റിൽ പുതിയ ഓർഡിനൻസ്, പാർലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ബില്ലുകളും പുതിയ ഓർഡിനൻസ് കൊണ്ടുവരേണ്ടത്, ഇത് മുഴുവനും പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്തത് ഈ പറയുന്ന പാവം സർദാറിന് യാതൊരു റോളുമില്ല. ഇത് മുഴുവനും കൺട്രോൾ ചെയ്തത് ഈ ഇറ്റാലിയൻ വനിതയായ സോണിയാഗാന്ധിയായി. നിങ്ങൾ ഈ പറയുന്ന സർദാറിനെ പഴിക്കുമ്പോൾ ആ മനുഷ്യൻ തോറ്റ ഒരാളാണ്. അത് ഇത്രയും പ്രഗത്ഭനായ ഒരു വ്യക്തി ആ ഒരു സ്ഥിതിയിലോട്ടായിപ്പോയി. അവിടുന്ന് ആ കുടുക്കിനകത്ത് പെട്ട് ഈ മനുഷ്യൻ ഒന്നും അല്ലാതായി മാറിയതാണ് UPA 1 കണ്ടത്, UPA 2 കണ്ടത്. എന്താണ് UPA 1 നടന്ന അഴിമതികളുടെ പരമ്പരയായിരുന്നു. കാരണം എനിക്കറിയാവുന്ന പല കേസുകളുണ്ട്. ഓരോ പോസ്റ്റിങ്ങിന്, അതായത് പല പോസ്റ്റിങ്ങിന്, അതായത് ഉദ്യോഗസ്ഥന്മാരുടെ പോസ്റ്റിങ്ങിന് പോലും മിനിമം 3 മുതൽ 5 കോടി രൂപ വാങ്ങിയിട്ടാണ് ഈ സോണിയാഗാന്ധി അവർക്ക് പോസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. 3 മുതൽ 5 കോടി വരെ. ഇതിനകത്ത് അന്ന് ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് പിന്നീട് വന്ന ചിദംബരത്തിൻ്റെ ഭാര്യ നളിനി ചിദംബരം, അവർക്കും വലിയ റോളുണ്ട്. അതായത് ബാങ്കുകളുടെ പല ചെയർമാൻമാരെ നിശ്ചയിക്കുമ്പോൾ കാരണം അവർ ലോയറും കൂടെ, അവരെ നേരിട്ട് കണ്ട് പണം പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ശേഷം മാത്രമേ ഈ സംഭവം നടക്കൂ. അതായത് ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് സെക്ടർ, പോർട്ടുകൾ, എയർപോർട്ടുകൾ, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. ഇതിനകത്ത് മുഴുവനും അഴിമതി. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ചില കാര്യങ്ങൾ. AICC ഓഫീസിൽ പോയപ്പം ഞാൻ ഈ ടോം വടക്കനെ കാണാൻ ടോം വടക്കൻ ഒരു സീനിയറായിട്ട് അംബിക സോണിയെ കാണാൻ പോയത്, ടോം വടക്കൻ അവിടെ നിൽപ്പുണ്ട്. അയാൾ സംസാരിച്ചു പറഞ്ഞു, നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കാം. അതായത് ഇപ്പം അവിടുന്ന് പണം വരുന്ന വണ്ടി ഇപ്പം വരും, അത് ആരും കാണരുത്, ഉണ്ടായ സംഭവം ഇതൊക്കെ. ഇത് ടോം വടക്കനോട് നിങ്ങൾ ചോദിക്കുക. ഇതേപോലെ എനിക്കറിയാവുന്ന ഇൻഡെപ്തായിട്ട് ഇൻ ഡീറ്റെയിൽ മുഴുവനും കംപ്ലീറ്റ് അഴിമതിയാക്കി ഓരോ സ്കാമുകൾ പൊന്തി വരാൻ തുടങ്ങി. ഞാൻ പറയുന്നത് പോളിസി ഡിസിഷനിൽ മാത്രമൊന്നുമല്ല അഴിമതി. അതായത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് അന്ന് ആഭ്യന്തരമന്ത്രി ആയിരുന്ന ശിവരാജ് പട്ടേൽ അദ്ദേഹത്തെ മാറ്റാൻ താല്പര്യമുണ്ടായിരുന്നു. അതേപോലെ ഈ TR ബാലു, അതായത് അത് DMKയുടെ മന്ത്രിയാണ്, അയാളെ മാറ്റാൻ കാരണം ഇവരൊക്കെ എന്ന് പറയുന്ന ഇവരുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞ സീറോയാണ്. TR ബാലുവും ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗിൻ്റെ ഏറ്റവും വലിയ ഡ്രീമുകളിൽ ചിലതായിരുന്നു ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യം, റോഡുകളും വികസിപ്പിക്കണം കാര്യമായ രീതിയിൽ. കാരണം മൻമോഹൻ സിംഗ് രണ്ടാമതും വരുമ്പോൾ മൻമോഹൻ സിംഗ് ആദ്യം ഉണ്ടായിരുന്ന ഫിനാൻസ് മിനിസ്റ്ററെ പോലെ ആ ക്രൈസിസ് ഇന്ത്യയിലില്ല. കാരണം ഇന്ത്യയുടെ എക്കോണമി സ്റ്റെബിലൈസ് ചെയ്യാൻ തുടങ്ങി, ഇന്ത്യയുടെ വിദേശ നിക്ഷേപം കൂടാൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യക്ക് വിദേശത്ത് നിന്ന് ക്രൂഡ് വാങ്ങാൻ വേണ്ടി ഈ പണം, അതായത് ഡോളർ ആണെങ്കിലും ഫോറിൻ കറൻസി ഇന്ത്യയിൽ വരാൻ. അപ്പം മൻമോഹൻ സിംഗിൻ്റെ മറ്റൊരു ആഗ്രഹമായിരുന്നു ആ ടീമിൽ മൊണ്ടേക് സിംഗ് അലുവാലിയ അദ്ദേഹത്തെ കൊണ്ട്, കാരണം അദ്ദേഹം എക്കണോമിസ്റ്റാണ്. അപ്പം പ്രണാബ് മുഖർജിയേക്കാളും താല്പര്യം ഉണ്ടായിരുന്നു ഫിനാൻസ് മിനിസ്റ്ററായിട്ട് പുള്ളിക്ക് മൊണ്ടേക് സിംഗ് അലുവാലിയ. അതേപോലെ ചില കോൺഗ്രസിൻ്റെ സിൻസിയറായിട്ടുള്ള പല ആളുകളെയും പല കീ പോസ്റ്റിൽ കൊണ്ടുവന്ന് നല്ലൊരു ടീം ഉണ്ടാക്കണമെന്ന് പലയാവർത്തി പ്രധാനമന്ത്രി അന്നത്തെ അവർക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്ന, അതായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കാരണം പ്രധാനമന്ത്രി പറയുന്നതിനേക്കാൾ അവർ കേട്ടുകൊണ്ടിരുന്നത് ഈ CPM, കാരണം CPM ഏകദേശം 40 MPമാരുണ്ട്. ഈ CPMൻ്റെ മരിച്ചുപോയ സീതാറാം യെച്ചൂരി, ഇതൊക്കെ എനിക്ക് നേരിട്ടറിയാവുന്ന സംഭവമാണ്. യെച്ചൂരിയെ കൊണ്ട് സോണിയാഗാന്ധിയോട് പറയിപ്പിക്കുന്ന ഗതികേടുണ്ടായി. കാരണം ഇന്ന തീരുമാനം എടുക്കണം, ഇന്ന പോളിസി ഡിസിഷൻ എടുക്കണം. കാരണം ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് പ്രധാനമന്ത്രിയുടെ മൻമോഹൻ സിംഗിൻ്റെ താല്പര്യമായിരുന്നു ഇന്ത്യയിലെ ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള പല PSUസിനെ പ്രൈവറ്റൈസ് ചെയ്യണം. കാരണം എഫിഷ്യൻസി കൂട്ടാതെ ഇന്ത്യൻ എക്കോണമിക്ക് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റില്ല. അതേപോലെ കീ പോസ്റ്റിലിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പല നേതാക്കളുടെ ബന്ധുക്കളായിട്ടിരിക്കുന്ന ബ്യൂറോക്രാറ്റ്സുകളെ അവരെ മാറ്റി നിർത്തണം. ഇതൊന്നും സോണിയാഗാന്ധി അടുപ്പിക്കത്തില്ല. ഈ സംഭവം എത്രയോ പേരുണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്ന
എത്രയോ സീനിയർ IAS ഓഫീഷ്യൽസ്, അതേപോലെ അഡ്വൈസേഴ്സായിട്ട് ഈ മൻമോഹൻ സിംഗിൻ്റെ മിനിസ്ട്രി വെച്ചിരിക്കുന്നത് പക്കാ കള്ളന്മാരായിരുന്നു. ഇവരെയൊക്കെ പൂർണ്ണമായിട്ടും അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് പൂർണ്ണമായിട്ടും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് സോണിയാഗാന്ധി അവരുടെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാരായിരുന്നു. അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രി സീറോ പവറിൽ ഒരു പപ്പറ്റായിട്ടിരുന്ന ചരിത്രമാണ് UPA 1 UPA 2. പിന്നീട് വേറെ കാര്യം പറയാം, അതായത് നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങൾക്കറിയാം UPA 1 UPA 2 ഇതിൽ ഇവിടെ ബോംബ് പൊട്ടിക്കൊണ്ടിരുന്നത്, അതായത് ഡൽഹിയിൽ ബോംബ് പൊട്ടുന്നു, ബോംബെയിൽ അറ്റാക്ക് നടക്കുന്നു, ഇന്ത്യയുടെ എല്ലാ സിറ്റികളിലും ബോംബ് പൊട്ടുന്നു. ഞാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോട് ഒരു ചോദിക്കട്ടെ, എത്ര പേരെയാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തത്? എത്ര പേരെ ഫ്രീ ട്രയൽ നടത്തി? ഈ ആൾക്കാരെ അതിൻ്റെ ഗൂഢാലോചനയിലുള്ളവരുടെ എത്ര പേരെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു? ഈ അന്വേഷണം എവിടുന്ന് എവിടം വരെ പോയി? നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എവിടുന്ന് എവിടെ വരെ ഇത് പോയെന്ന്? കാരണം സോണിയാഗാന്ധിയുടെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ശിവരാജ് പാട്ടീലാണ് ഇരിക്കുന്നത്. ഇത് ഒരു തലത്തിൽ പോയി പാവം പിടിച്ച റിക്ഷാ പുള്ളറായ മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്ത് അവൻ ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല, അവൻ്റെ ഫോട്ടോ വലുതായിട്ട് കൊടുക്കുന്നു. ഇതോടുകൂടി അന്വേഷണം മാറി, അന്വേഷണം തീർന്നു. അതായത് ഇന്ത്യയിൽ അന്നത്തെ സമയത്ത് ഓരോ ആഴ്ചയിലും ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ മാസവും വിഷുവും ദീപാവലിയും ക്രിസ്തുമസ് പടക്കം പൊട്ടുക. അതായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ UPA 1 UPA 2. പിന്നെ നിങ്ങൾ ഈ പറയുന്ന വഖഫ്, ഇതൊക്കെ സോണിയാഗാന്ധിയുടെ വിഭാഗം. ഇതിനൊന്നും മൻമോഹൻ സിംഗിന് യാതൊരു പങ്കുമില്ല. പുള്ളി വെറുതെ അവിടെ ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സോണിയാഗാന്ധി അതിൻ്റെ അത് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി മകനെ കൊണ്ടുവരുന്നു. മകനാണ് മറ്റുള്ള കാരണം, മകനെ പറ്റി ഞാൻ നേരത്തെ നിങ്ങൾക്ക് അറിയാം, ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അതിൻ്റെ ബുദ്ധി മാത്രമേ ഉള്ളൂ, അതിൻ്റെ ചെയ്ത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അവനെ പൊക്കിക്കൊണ്ടുവന്ന് അവനെ ലൈം ലൈറ്റിൽ കൊണ്ടുവരാൻ വേണ്ടി സോണിയാഗാന്ധി ശ്രമിക്കുന്നു. അതിന് മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞൊരു പാവം പിടിച്ച ആളെ, ഒരു സർദാറിനെ അവിടെ വെച്ചിരിക്കുന്നു. ഇതേപോലെയുള്ള പല 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 കോൺഗ്രസിൻ്റെ അന്നത്തുണ്ടായിരുന്ന മന്ത്രിമാരെ എനിക്ക് നേരിട്ടറിയാവുന്നവരുണ്ട്. ഇവരുടെ കേപ്പബിലിറ്റി എന്താണ്? ഇവരൊക്കെ ഒറ്റ സംഭവമേ ഉള്ളൂ, അവരെ മന്ത്രിയാക്കുവാണെങ്കിലും അവരെ കീ പോസ്റ്റിലാണ് ആക്കുകയാണെങ്കിലും എല്ലാ മാസവും കോൺഗ്രസ് പാർട്ടിക്ക് വരേണ്ട വിഹിതം വന്നുകൊണ്ടിരിക്കണം. ഒറ്റ ഡിമാൻഡേ ഉണ്ടായിരുന്നു. എനിക്കറിയാവുന്ന നേരിട്ടറിയാം, ഇത് വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ പല സ്റ്റേറ്റുകളിലും കോൺഗ്രസ് അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന പല സ്റ്റേറ്റുകളിലും അവിടുത്തെ ഓരോ മന്ത്രിമാർക്കും ടാർഗറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിന്നെ മന്ത്രിയാക്കും, ഇത്ര വർഷത്തേക്ക് നീ ഇത്ര കോടി രൂപ ഇവിടെ തരണം. അതായത് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ടും അഴിമതിയിൽ നിന്ന് അഴിമതിയിലോട്ട് ഈ UPA 1 UPA 2 കൊണ്ടുപോയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സോണിയാഗാന്ധി. രണ്ടാമത്തെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പം നിങ്ങൾ പറയും, ഞാനും പറയുന്നുണ്ട്, ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒക്കെ മാറ്റിയത് അതായത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി വന്ന ശേഷമാണ് ഇന്ത്യക്ക് വലിയ മാറ്റം ഉണ്ടായത്. അതിനോടൊന്നും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നൊന്നുമില്ല. അതിന് കാരണങ്ങളുണ്ട്. ഇപ്പം ഇന്ത്യൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് മൻമോഹൻ സിംഗ് വരുന്നു, പ്രധാനമന്ത്രിയായിട്ട് റാവു വരുന്നു. അന്നത് ഹോട്ട് സീറ്റായിരുന്നു. കാരണം വല്ലാത്ത സീറ്റ്. കാരണം ഇന്ത്യ തകർച്ചയിലേക്ക് പോകുന്ന രീതിയിലുള്ള ആ സന്ദർഭത്തിലാണ് ഇവർ രണ്ടും ഇന്ത്യയെ പിടിച്ചു കയറ്റിയത്. അതാദ്യം മനസ്സിലാക്കുക. അതിനുശേഷം 2014 അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വരുന്ന സമയത്ത് അത് ഹോട്ട് സീറ്റേ അല്ല. ആ സമയത്ത് അതൊരു സെമി ലക്ഷറി സീറ്റായി മാറി. അതായത് എയർ കണ്ടീഷനുള്ള സീറ്റല്ല, ഫാനൊക്കെ ഉണ്ട്, കറങ്ങും, കുഴപ്പമൊന്നുമില്ല, നമുക്കിനി മുന്നോട്ടങ്ങ് നയിച്ചാൽ മതി. നരേന്ദ്രമോദി ചെയ്ത ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് എന്തായിരുന്നു? മൻമോഹൻ സിംഗിൻ്റെ UPA 1 UPA 2 കൊണ്ടുവരുവാൻ ശ്രമിച്ച പല ബില്ലുകളും പല സംഭവങ്ങളും അദ്ദേഹം നടപ്പിലാക്കി. കാരണം അദ്ദേഹത്തിന് ഭൂരിപക്ഷമുണ്ട്. അദ്ദേഹം പൂർണ്ണമായിട്ടും കറപ്ഷൻ ഫ്രീ ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇതാണ് അതിൻ്റെ മനസ്സിലാക്കേണ്ട പ്രധാന കാരണം. അതും ഒരു വലിയ ചടങ്ങാണ്. കാരണം ഈ കർഷക ബില്ല് അദ്ദേഹത്തിന് നടത്താൻ പറ്റിയില്ല. പക്ഷെ ഇത് ആരുടെയാണ് സംഭാവന? മൻമോഹൻ സിംഗിൻ്റെ, ശരത് പവാർ കൊണ്ടുവന്ന ബില്ലാണ്. അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് എയർപോർട്ടുകളാണെങ്കിലും ട്രെയിനാണെങ്കിലും ഈ സംഭവങ്ങൾ മാറണമെന്ന് പൂർണ്ണമായിട്ടും മൻമോഹൻ സിംഗിൻ്റെ അന്നത്തെ പല തീരുമാനങ്ങളിനകത്ത് ഇത് പല പത്രങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എയർപോർട്ടിൻ്റെ പോളിസി മാറ്റണം. എയർപോർട്ടിൻ്റെ പോളിസി എന്താ? ബേസിക്കലി
അതായത് ഏത് രീതിയിലായിരുന്നു നേരത്തെ മോദിക്ക് മുമ്പ് ഉണ്ടായിരുന്ന പോളിസി എന്തുവാ? പോളിസി എന്ന് പറയുന്ന ഒരു സിറ്റി ഡെവലപ്പ് ചെയ്ത ശേഷം മാത്രമേ എയർപോർട്ട് മതി. പക്ഷേ നരേന്ദ്രമോദി ആ പോളിസി മാറ്റിയത് ഒരു എയർപോർട്ട് വരട്ടെ, സിറ്റി അതിൻ്റെ കൂടെ ഡെവലപ്പ് ചെയ്യും. ഇതേപോലെ പല പോളിസികളും, അത് നാഷണൽ ഹൈവേയുടെ പോളിസി, ഇപ്പം നിതിൻ ഗഡ്കരി നടപ്പിലാക്കുന്ന പോളിസി, ഇതൊക്കെ മൻമോഹൻ സിംഗ് നേരത്തെ, അതായത് അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നീട് അയാൾക്ക് നടത്താൻ ഈ UPA 1 UPA 2 കൊടുക്കുന്നില്ല. കാരണം നിങ്ങൾ ആലോചിക്കേണ്ട സംഭവമാണ്, അന്നുണ്ടായിരുന്ന കോൺട്രാക്ടേഴ്സ്, നാഷണൽ ഹൈവേയുടെ കോൺട്രാക്ടേഴ്സ്, എയർപോർട്ടിൻ്റെ കോൺട്രാക്ടേഴ്സ്, പല കോൺട്രാക്ടേഴ്സ്, കാരണം വലിയ വലിയ ഹ്യൂജ് കമ്പനിയാണ്, ഇവരെല്ലാം സോണിയാഗാന്ധിയുടെ പിന്തുണയോടുകൂടി പണം വാങ്ങിയിട്ട് കേസ് നടത്തിയിട്ട് പണം മുഴുവനും അടിച്ചുകൊണ്ട് പോയി. ഞാൻ എത്രയോ കേസുകൾ നിങ്ങൾക്ക് തരാം. ഇപ്പോഴും ആ കേസ് കിടക്കുന്നുണ്ട്. ഇവരൊന്നും ശിക്ഷിക്കാൻ പോകുന്നുമില്ല. ഇവരെല്ലാം സോണിയാഗാന്ധിക്കും പാർട്ടിക്കും പണം കൊടുത്തു. ഇവരെടുത്ത വർക്കുകളൊന്നും കംപ്ലീറ്റ് ചെയ്തില്ല. ഇത് മുഴുവനും കംപ്ലീറ്റ് ചെയ്തത്, ഇൻക്ലൂഡിങ് അടൽ ടണൽ എന്ന് പറയുന്നതും ലേ ഹൈവേ എന്ന് പറയുന്നതും ആസാമിലെ ഹൈവേ ആണെങ്കിലും പല ഹൈവേകൾ എടുക്കുക, ഇതൊക്കെ എന്ന് തുടങ്ങിയതാണ് ആ സമയം. പക്ഷേ ഇവർ നടത്തി കാരണം ഇതിൻ്റെ കോൺട്രാക്ടേഴ്സ് പണം അടിച്ചുകൊണ്ട് പോയി, കുറച്ച് സോണിയാഗാന്ധിക്ക് കൊടുത്തു, കുറച്ച് കോൺഗ്രസ് പാർട്ടിക്ക് കൊടുത്തു, ഇവർ വിദേശത്ത് പോയി സെറ്റിൽ ചെയ്തു. ഇങ്ങനെ പല കോൺട്രാക്ടേഴ്സ്, ഇഷ്ടം പോലെ തെളിവ് ഞാൻ തരാം. ഞാൻ ഈ പറയുന്ന ഒതൻറ്റിക്കേറ്റ് ചെയ്ത് പറയുന്നത്, കാരണം ഞാൻ ഈ പവർ കോറിഡോറിൻ്റെ അത് സ്ഥിരം സഞ്ചരിക്കുന്ന കക്ഷിയായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടം പോലെ അറിയാം. പിന്നെ ഇവരെ ശരിക്കും മോണിറ്റർ ചെയ്യാൻ തുടങ്ങി, എന്താണ് സംഭവിക്കുക. കാരണം ഞാനും നിങ്ങളും കാണുന്ന ഡ്രീം കാണുന്ന ഇന്ത്യ, ഇത് മൻമോഹൻ സിംഗ് കണ്ട ഇന്ത്യ തന്നെയാണ്, റാവു കണ്ട ഇന്ത്യയാണ്. പക്ഷെ അവർക്കിത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. വീണ്ടും ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു, മൻമോഹൻ സിംഗ് ഫിനാൻസ് മിനിസ്റ്ററായ സമയത്തും റാവു പ്രധാനമന്ത്രിയായ സമയത്തും ഇന്ത്യയുടെ ഒരു ഈശ്വര ഭാഗ്യം എന്ന് പറയുന്നത് സോണിയാഗാന്ധി പവറിൽ നിന്ന് മാറി നിന്നു, അവർ വേണ്ടെന്നും പറഞ്ഞ് നിന്നു. പിന്നീട് അവർ കയറി വന്ന് മൻമോഹൻ സിംഗിനെ ഇന്ത്യ UPA 1 UPA 2 തൊലച്ച് നാശമാക്കി തന്നു. അതിന് കേരളത്തിലെ കുറച്ച് MPമാരും കൂട്ടുനിന്ന് കൊടുത്തു, ഇൻക്ലൂഡിങ് ആൻ്റണി ഉൾപ്പെടെ. അതാണ് ഇന്ത്യയുടെ ദുരന്തം എന്ന് പറയുന്ന ഒരു ടെനോർ, അതായത് UPA 1 UPA 2.